ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ ബാക്കി വീഡിയോ ആണ് കേട്ടോ എന്നുള്ളത്. നമ്മൾ ഇന്നലെ ബേഡ്സിൻ്റെ അവിടെയാണ് നിർത്തിയത്. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ബേഡ്സിനെയും പെറ്റ്സ് അനിമൽസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇനിയുള്ളത്. നമ്മൾ എല്ലാം ഇങ്ങനെ അറൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ അവിടുത്തെ ആ ഒരു പച്ചപ്പ് ഹരിതാഭയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, ഒരു രക്ഷയില്ല. പിന്നെ ഒരുപാട് പെറ്റ്സിനെ കണ്ടു, വെറൈറ്റി പെറ്റ്സ്. അതിൻ്റെയൊക്കെ പേരും ഏജും നേറ്റീവ് പ്ലേസും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ശേഖരിക്കാനുള്ള ആളുകൾക്കാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്, എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ അനിമൽസും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ പറയാമല്ലോ, നമുക്ക് ഫാമിലിയുടെ ഒക്കെ കൂടെ വന്ന് മക്കൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്പേസാണ് ഈ ഇറ പാർക്ക് എന്നുള്ളത്. അതിനൊട്ടും സംശയമില്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നടന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ അതാ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മക്കളെ ഇതാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറയാലോ, ഞാനിതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഒരു സംഭവം. എന്തൊക്കെയോ ഒരു അറപ്പും വെറുപ്പും ഒക്കെയാണ്. ഞാൻ അമലുവിൻ്റെ അടുത്തൊക്കെ തൊടിയിക്കൊക്കെ പോകുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്നുള്ളത് എന്താണെന്നറിയോ, ഉണ്ണിക്കണ്ണ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഇഴജന്തുക്കൾ ഉണ്ടാവുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, ഭയങ്കര ടെൻഷനാണ് ഈ സംഭവത്തിനെ കാണുമ്പോൾ. പക്ഷെ ഇവരൊക്കെ കയ്യിലൊക്കെ പിടിച്ചത് അത് മേലിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇഴയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറപ്പ് തോന്നണില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അമലു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല അവൻ ഇത് മേത്തൊന്നും ഇടുന്നത്. പക്ഷെ അവൻ കഴുത്തിലും കയ്യിലും ഒക്കെ പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എന്തായാലും അവന് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, അയ്യോ എങ്ങനെയാടാ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊരു ടെൻഷനും ഇല്ല. അവൻ വളരെ കൂളായിരുന്നു. ആദ്യം തൊട്ടപ്പോൾ അവനൊന്ന് ഇതായി, പക്ഷേ പിന്നെ അവൻ വളരെ കൂളായിരുന്നു. എന്തായാലും കൂളാവുകയാണ് കേട്ടോ വേണ്ടത്. കാരണം നമ്മളെപ്പോലെ പേടിച്ച് നിൽക്കണം എന്നല്ല, ഇത് വിഷവും കാര്യങ്ങളോ ഒന്നുള്ള സംഭവമല്ലല്ലോ. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് ഇടപഴകണമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്, അതല്ല പറഞ്ഞത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റി ആണല്ലോ. പാറക്കുട്ടിക്ക് ബേഡ്സിൻ്റെ അടുത്ത് ഭയങ്കര പേടിയാണെങ്കിൽ ഇവിടെ അത്ര തന്നെ പേടി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവൾ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു, അവളോ ഓക്കെ ആയിരുന്നു. ഇതുണ്ടോ ഏട്ടൻ കഴുത്തിലൊക്കെ ഇട്ടിരിക്കേണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ആരാ മഹാദേവനോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കഴുത്തിലും കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളുകൂടിയും കുറേയൊക്കെ പോയി, എമുവിൻ്റെ മുട്ട അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ പോന്നു. പിന്നെ അടുത്ത പരിപാടി ഇതാണല്ലോ. അപ്പോഴേക്കും അവർ കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ പൂളാണ് കേട്ടോ. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിലെത്തുമ്പോൾ ശരിക്കും നമ്മൾ കുറച്ച് വെയിലറിയിട്ട് വരണം കേട്ടോ. കാരണം അവിടെ മരങ്ങളും ഇതൊന്നും ഇല്ലല്ലോ, പാർക്കാണല്ലോ. അപ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ടാണ് കുറച്ച് നീളത്തിൽ. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ കുറച്ച്, അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾക്ക് പാരൻസിന് അവിടെ റിലാക്സ് ചെയ്തിരിക്കണമെങ്കിൽ, മക്കൾക്ക് കളിക്കണമെങ്കിലും വെയിലാറണം. അപ്പോൾ അവരെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു, കളിച്ചു. പിന്നെ അവരിതാ ലാസ്റ്റ് ആയപ്പോഴേക്കും അവർ കുഴങ്ങിയപ്പോഴേക്കും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഈവനിങ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അടിപൊളിയാണ്, എന്തായാലും പോകണം. ബായ്.